നമസ്കാരം. ഒടുവിൽ ഷെമി വാ തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊലപാതകം നടന്ന് ഏകദേശം ഒരു മാസത്തോട് അടുക്കുമ്പോഴും വളരെ നിർണായകമായിട്ടുള്ള ഒരു മൊഴിയാണ് ഈ ഒരു കേസിൽ അഫാന്റെ ഉമ്മയായിട്ടുള്ള ഷെമിയുടേതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ, അതായത് അവര് സംസാരിച്ചു തുടങ്ങിയ സമയത്തൊക്കെ തന്നെ അവർ പറഞ്ഞിരുന്നത് തനി കട്ടിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതാണെന്നുള്ള ഒരു മൊഴിയിൽ അവർ ആവർത്തിച്ചത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ വ്യക്തത വന്നു കാണണം, റഹീം ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു കാണണം. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനെത്തിയ അതേ ദിവസം തന്നെയാണ് ഈ ഒരു എവിടെ നിന്നാണോ തുടങ്ങിയത്, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അവിടെ തന്നെ അവസാനം അഫാനെ കൊണ്ടെത്തിച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് ആ ഒരു സമയത്താണ് പോലീസിനോട് ഷെമി എന്താണെന്ന് സംഭവിച്ചതെന്നും എന്നുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഷെമി വാ തുറന്നു എന്നുള്ളത് പെട്ടെന്നായിരുന്നല്ലേ. കാരണം നമ്മൾ വിചാരിച്ചിരുന്നത് ഷെമി ഇത് തന്നെ പറഞ്ഞു പോകും എന്നാണ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം എല്ലാ തെളിവെടുപ്പിനും ശേഷം ഷെമിയെ ഒന്നുകൂടി വെഞ്ഞാറമൂട് CI കാണാനായി വന്നിരുന്നു. അദ്ദേഹം സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് കൂടുതൽ ചോദ്യമൊന്നുമില്ല. വന്ന ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ മകൻ എല്ലാം സംസാരിച്ചു കഴിഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ പറയാതിരിക്കുന്നിടത്തോളം കാലം അവന് രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയും ഇല്ല എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, സാറേ എന്റെ ഒരു മോൻ പോയി, ഇനി ഒരു മോനേ ഉള്ളൂ, അവനെങ്കിലും പുറത്തിറങ്ങണം. സത്യത്തിൽ ഇനി എന്റെ ജീവിതം അവൻ പുറത്തിറങ്ങുന്ന ദിവസം കാണാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. എല്ലാത്തിനും കാരണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉമ്മ പറഞ്ഞു തുടങ്ങുന്നത്. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ അവൻ ഷോള് കഴുത്തിൽ നെരിച്ച് കൊല്ലാനായി ശ്രമിക്കുകയായിരുന്നു. പിന്നീട് എന്റെ ബോധം പോയി. ബോധം എഴുന്നേറ്റപ്പോൾ പോലീസ് വാതിൽ തട്ടുന്ന ഈ ജനല് പൊളിക്കുന്നതാണ് കണ്ടതെന്നാണ് പറയുന്നത്. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് പോകുന്നത് കണ്ടു എന്ന് പറയുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അത് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. മകൻ തന്നോട് എന്താണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഷെമി അവിടെ വ്യക്തമാക്കിയത്. എന്നാലും ഈ കൊലപാതകം നടന്ന ആ ദിവസം മുതലാണ് ഈ ഒരു 50,000 രൂപ തിരിച്ച് കടം ചോദിച്ചവർക്ക് തിരിച്ചു നൽകേണ്ട ഒരു സാഹചര്യം വരുന്നത്. ആ 50,000 രൂപ കിട്ടാതെ വന്നപ്പോൾ രാവിലെ തന്നെ അത് കിട്ടാൻ വേണ്ടി രാവിലെ തന്നെ തട്ടത്തുമലയിൽ ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ വീട്ടിൽ നിന്നും ഇവർ അധിക്ഷേപം നേരിട്ടാണ് തിരിച്ചിറങ്ങിയത് എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഹതാപവും ഉണ്ട്. അതേസമയം നമുക്ക് അതായത് രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒന്നും പറയുന്നത് 10 രൂപ ചെലവാക്കേണ്ട അടുത്ത് 100 രൂപ ചെലവാക്കി ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിച്ച്, അതായത് കഞ്ഞിയും പയറും വെച്ച് കഴിയേണ്ട പല ദിവസങ്ങളിലും പൊറോട്ടയും ചിക്കനും കഴിച്ച് അങ്ങനെ പൈസയുടെ വില എന്തെന്ന് അറിയാതെ ചിലവാക്കുന്നത് ഒരു വശത്ത്. മറുവശത്ത് 10 രൂപ ചെലവാക്കേണ്ട അടുത്ത് 5 രൂപ ചെലവാക്കി 5 രൂപ മിച്ചം പിടിച്ച് തന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അതിലും കുറച്ച് എച്ചിത്തരവും കുറച്ച് പിടിവാശിയും കുറച്ച് പിടുത്തവും ഒക്കെ കാണിച്ചുകൊണ്ട് പൈസ സേവ് ചെയ്യുന്ന ആളുകൾ മറുവശത്ത്. ഇതിൽ ഈ ആദ്യം പറഞ്ഞ ഈ ആളുകൾ വന്ന് ഈ രണ്ടാമത് പറഞ്ഞ ഈ ആളുകളിലേക്ക് വന്ന് കുറച്ച് പൈസ കടം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ചിലരുണ്ട്. അതിൽ തന്നെ 2 വിഭാഗമുണ്ട്. ചിലരുണ്ട് ശരി കുഴപ്പമില്ല, കൊടുത്താലേ നമുക്കും കിട്ടുകയുള്ളൂ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് കൊടുക്കാൻ തയ്യാറാകുന്ന ആൾക്കാരുമുണ്ട്, ഉള്ളതിൽ പങ്ക് കൊടുക്കാൻ തയ്യാറാകുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ മറുവശത്ത് ചിലരുണ്ട്, ഞാനും അതുപോലെ തന്നെയല്ലേ, കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ എന്റെയും കാശ്, അതുകൊണ്ട് ഞാൻ എന്തിനാ അവരുടെ ദൂരത്തിന് അവർ വരുത്തി വെച്ച ഓരോ വയ്യാവേലിക്ക് ഞാൻ എന്തിനു കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം അവനവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ പൈസയുടെയും ഉടമസ്ഥൻ അവനവൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ആരെയും. അപ്പോൾ ഇങ്ങനെ അവരുടെ അതായത് പറ്റിപ്പോയി, ഇത്രയും വലിയ 35 ലക്ഷത്തോളം രൂപ കടം വന്നു കഴിഞ്ഞു. പക്ഷെ എങ്ങനെയാണ് കടം വീട്ടുക എന്നറിയാതെ ഈ തത്രപ്പാട് നടക്കുമ്പോഴാണ് സത്യത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാകാം വേറെ ജോലിയും കൂലിയില്ലേ, ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ടാകാം. അത് അഫാനെ സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ മനോവേദനയിലാണ് ഇവരെ കൊന്നത്, അതായത് ഓരോരുത്തരെയും കൊല്ലാനായി തീരുമാനിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ 40,000 രൂപ അയച്ചു കൊടുത്തതും ഇവർക്കായിരിക്കാമെന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ 50,000ന്റെ പ്രഷർ ഉണ്ടായിരുന്നല്ലോ, അവർക്കായിരിക്കാമെന്നും തോന്നുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് ഈ ഷെമീനെ പറയുകയാണ്. മാത്രമല്ല ഷെമീനെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ? ഈ അഫ്സാൻ 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഈ ഇളയ കുട്ടിയുണ്ടല്ലോ, ആ ഇളയ കുട്ടിയുടെ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ വഴി സെർച്ച് ചെയ്തിരിക്കുകയാണ് എങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന്. 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനോടാണ് ഇങ്ങനെ ചെയ്യാനായി പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് നേടിയത് എന്നുള്ളതാണല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഇതിനു മുൻപ് അവർ എന്തായാലും ഒരു ഷെമി തന്നെ, നമ്മൾ പലപ്പോഴും വിചാരിച്ചു ഒരു പക്ഷെ അന്ന് അഫാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരു കൂട്ട ആത്മഹത്യ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു, അത് പേടിച്ചിട്ടാണ് പിന്നെ എന്തോ അതിൽ നിന്ന് പിന്മാറിയത്. എനിക്ക് തോന്നുന്നു ഷെമി തന്നെ ഒരുപക്ഷെ മുൻകൈ എടുത്ത് ഇത്തരത്തിലൊരു കൂട്ട ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്ലാൻ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു
മകനെ കൊണ്ട് ഇത്തരത്തിൽ അത് സെർച്ച് ചെയ്യിപ്പിച്ച് അവരുടെ ഫോണിൽ നിന്ന് അത് നോക്കിയെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം, പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ഷെമി പറയുകയാണ്, ഇളയ മകനിലൂടെ ഞാൻ ഇതൊക്കെ നോക്കി എന്ന് പറയാണ്. എന്നിട്ടും ഷെമി ആവശ്യപ്പെടുകയാണ്, എന്റെ ഇളയ മകൻ പോയി മൂത്ത മകനെ എങ്ങനെ കിട്ടുമോ, ഞാൻ പറഞ്ഞാൽ എന്നെ മാപ്പ് സാക്ഷിയാക്കുമോ, മാപ്പ് സാക്ഷിയായാൽ അവൻ പെട്ടെന്ന് പുറത്തിറങ്ങുമോ, മകൻ ചെയ്ത കുറ്റം ഇത്രയും വലിയ ആഴത്തിലാണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല. അതായത് ഈ ഷെമിയുടെ സ്വഭാവമാണ് അഫാൻ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഉമ്മയോട് സ്നേഹമുണ്ട്, തിരിച്ചും ഉമ്മയ്ക്കും മകനോട് സ്നേഹമുണ്ട്. പക്ഷെ ഈ അതായത് പെട്ടെന്നുണ്ടാകുന്ന പണമില്ല, കയ്യിൽ പണമില്ല, ദാരിദ്ര്യമാണ്. പക്ഷെ അപ്പോഴും ആൾക്കാരുടെ മുന്നിൽ ഞങ്ങൾക്ക് പണമുണ്ട് എന്ന് കാണിക്കണം. പക്ഷെ ഒരു ഘട്ടത്തിൽ അവരുടെ എന്താണ് മാനസികമായി മറ്റുള്ളവർ വിഷമിക്കുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ പ്രകടനം എന്നാണ് മനസ്സിലാവുന്നത്. നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന്, അതായത് ഈ അഫാന്റെ കാവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അഫാനുമായി ബന്ധപ്പെട്ട വെഞ്ഞാറമൂട് പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലവരോടൊക്കെ തന്നെ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അഫാന്റെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഏതൊരു പഴുത് കിട്ടിയാലും ഒരു സെക്കൻഡ് ഒന്ന് കണ്ണു തപ്പി അഫാൻ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കാരണം അത് മാനസികമായി തകർന്നു നിൽക്കുകയാണ് അഫാൻ. അത് പിച്ചുമ്പയും പറയുന്നുണ്ട്. പക്ഷെ കുറ്റബോധമൊന്നുമില്ല, ചെയ്തതിൽ കുറ്റബോധമൊന്നുമില്ല. അപ്പോഴും ആ ചെയ്തത് ഞാൻ ചെയ്തത് നല്ലത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അഫാന്റെ റഹീം കണ്ടപ്പോഴും അത് ഈ അഫാന് പ്രത്യേകിച്ച് കൂസലൊന്നുമില്ല, റഹീമിനെ നോക്കുന്നുണ്ട്, അഫാൻ ഒരു നിർവികാരമായി നോക്കുന്നുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് വീണ്ടും ആ ഒരു വീട്ടിലോട്ടൊക്കെ തെളിവെടുപ്പിന് വരുമ്പോൾ അല്പമെങ്കിലും ഒന്ന് വൈകാരികമായിട്ട് എന്തെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും അഫാൻ വിചാരിക്കുന്നത് ഞാൻ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷപ്പെടാൻ ഇവരെ കൊല്ലണം, അല്ലെങ്കിൽ മരണം തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഒരു പ്രതിവിധി എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സെല്ലിനകത്ത് അല്ലെങ്കിൽ പൂജപ്പുര ജയിലിലാണല്ലോ ഇപ്പോൾ അഫാൻ ഉള്ളത്. ഇങ്ങനെ മാറി മാറി പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുകയാണ് അവനെ നോക്കാനായിട്ട്, മാറി മാറി നിൽക്കുകയാണ്. ഈ മാറി മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയാണ്, പൂജപ്പുര സെൻട്രൽ ജയിലിലെ എല്ലാ തടവുകാരും ഒന്നാണ്. ഇതിപ്പോ ഒരു കൊലപാതകം നടത്തിയാലും 2 കൊലപാതകം നടത്തിയാലായാലും ഒക്കെ തന്നെ ഒരുപോലെയാണ്. അപ്പോൾ ഇയാളെ മാത്രം പിടിച്ച് ഇയാൾക്ക് മാത്രം പ്രത്യേക സുരക്ഷ സംരക്ഷണം ഏർപ്പെടുത്താനുള്ള സംവിധാനമൊന്നും പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇല്ലെന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് ഇവർ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. മാനസികമായി തകർന്നു നിൽക്കുന്ന അഫ്വാൻ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ സംസാരിച്ചത് നേരത്തെ, പൊറോട്ടയും ചിക്കനും മാത്രമേ കഴിക്കുകയുള്ളൂ. അത് സത്യമാണ് കേട്ടോ. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ദോശയും ചമ്മന്തിയും കഴിച്ചു കഴിയുമ്പോൾ അഫ്വാൻ ഓക്കാനം വരുന്നതാണ്. അഫാൻ ഓക്കാനം വരും, കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതായത് പുള്ളി വേണമെന്ന് വെച്ചാൽ ചെയ്യുന്നതല്ല, അങ്ങനെയാണ് ശീലിച്ചത്. അതായത് പൊറോട്ടയും ചിക്കനും മാത്രമേ കഴിച്ചിട്ടുള്ളൂ, കഴിക്കാൻ അറിയത്തുള്ളൂ, അങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ എങ്ങനെയാണ് ഈ ആർഭാടത്തിന് 35 ലക്ഷം രൂപ പോയത്. അവിടെ റഹീം ചിലപ്പോൾ ഒരുപക്ഷെ പ്രവാസി ജീവിതത്തിൽ കുബൂസും പച്ചവെള്ളം കുടിച്ച് കഴിയുന്ന ഘട്ടത്തിലായിരിക്കും ഇവിടെ പൊറോട്ടയും ചിക്കനും മാത്രമേ ഇല്ലാത്ത പൈസ മുടക്കി വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന പലതരത്തിലുള്ള തെളിവെടുപ്പിൽ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ പുറത്തു വന്നത്, താക്കോൽ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഇളയ സഹോദരനെയും കൂട്ടി മതില് ചാടി ടെറസ് വഴിയാണ് താഴേക്ക് ഇറങ്ങിയത് എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. ആ പാവം, എനിക്ക് തോന്നുന്നു അനിയൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ, മരിക്കാനാണ് പോകുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നത് കൂടിയൊക്കെ നമുക്കൊരു സംശയം. ദുരൂഹം എന്ന് പറഞ്ഞാൽ ദുരൂഹതകളുടെ ദിവസങ്ങളാണ്. ആ ഒരു കുടുംബത്തിനകത്ത് ഉമ്മയും 23 അതുപോലെ തന്നെ ഉമ്മയും 23 വയസ്സ് പ്രായമുള്ള മൂത്ത മകനും ഉമ്മയും ഇളയ മകനും ഒക്കെ കൂടെ സംസാരിച്ചെടുത്ത തീരുമാനങ്ങൾ. കാരണം ഇപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് കുട്ടികളുടെ സ്വഭാവമുള്ള അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇളയ മകനും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഇളയ മകൻ യൂട്യൂബിൽ ഇങ്ങനെ കൂട്ടാത്മഹത്യയുടെ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തു എന്ന് പറയുന്നല്ലോ. ഈ ഘട്ടത്തിൽ ഒരാളോട് പോലും, അന്നുകൂടി സ്കൂളിൽ പോയിട്ട് വന്നതാണ്, ഒരാളോട് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഏറ്റവും വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ, വേറെ രീതിയിൽ ചിന്തിച്ചാൽ ഇപ്പോൾ ഈ അഫ്സാൻ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇവരുടെ സുഹൃത്തിനോട് പറയാണ്, ഉമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആത്മഹത്യയുടെ ഒക്കെ വീഡിയോ സെർച്ച് ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ ഇനി എങ്ങാനും മരിക്കുമോ എന്തോ, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങാനും ഇനി ആത്മഹത്യ ചെയ്യുമോ എന്തോ എന്നുള്ളൊരു സംശയം എങ്കിലും ഒരു കൂട്ടുകാരനോട് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ, ആ കൂട്ടുകാരൻ ഏതെങ്കിലും ടീച്ചറിനോട് സംസാരിച്ചിരുന്നു, ആ ടീച്ചർ വിളിച്ച് അഫ്സാനോട് സംസാരിച്ചിരുന്നുവെങ്കിലൊക്കെ തന്നെ ഇതൊക്കെ ഒഴിവാക്കാമെന്ന് പിന്നീട് ഇപ്പോൾ ഈ സംഭവം നടന്ന ഇത്രയും ദിവസം പിന്നിടുമ്പോഴൊക്കെ തന്നെ ഒരു ചിന്ത ഇങ്ങനെ പോവുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ അനിയൻ കണ്ടിട്ടുണ്ടാവും, ഈ വീട്ടിലൊക്കെ ചിലപ്പോൾ ഈ കടക്കാരെ അന്വേഷിച്ചു വരുന്നുണ്ട്, പിന്നെ ഈ ബന്ധുവീടുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഏൽക്കേണ്ടി വരുന്ന അപമാനം, അതിനെക്കുറിച്ചൊക്കെ ഇവര് തമ്മിൽ ഈ അഫാനും ഉമ്മയൊക്കെ തമ്മിൽ സംസാരിക്കുന്നത് എന്തായാലും അതൊക്കെ ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമാണല്ലോ. പക്ഷെ പിന്നീട് നമ്മൾ ഈ ചർച്ച ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടാനുള്ള കാരണം, എന്തിനിങ്ങനെ ക്രൂരവും പൈശാചികവുമായി കൊന്നു എന്നുള്ളടത്താണ് ചോദ്യം. അത് പലരും ചോദിക്കുന്നു, ആത്മഹത്യ അല്ലെങ്കിൽ കടം കയറിയെങ്കിൽ കുഴിമന്തി
ചപ്പാത്തിയിൽ വിഷം ചേർത്ത് കഴിച്ചൂടെ, അങ്ങനെ മരിച്ചൂടെ? പക്ഷെ എന്തിനിങ്ങനെ ക്രൂരമായ ഈ ക്രൂരമായി കൊന്നു എന്നുള്ളിടത്താണ് ചോദ്യം വരുന്നത്. അവിടെയാണ് ഈ 23 വയസ്സുകാരൻ അഫ്വാന്റെ മാനസികമായ സമനില തെറ്റിയിരിക്കുന്നു, ഒരു തുള്ളി ലഹരി പോലും ആളുടെ രക്തത്തിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സ്വബോധാവസ്ഥയിൽ സ്വബോധമായി തന്നെ എല്ലാം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നലെ ആ ദൃശ്യം ഉപ്പ കണ്ടിട്ടുള്ള അത് ഭയങ്കര ഒരു മനസ്സ് ആരുടെയും വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ്. അതായത് കാണണമെന്ന് വെച്ച് കരുതി പോയതല്ല, പക്ഷെ അവിടെ വണ്ടി സിഗ്നലിൽ കിടന്നപ്പോൾ, പോലീസ് ജീപ്പ് അവിടെ സിഗ്നലിൽ കിടന്നപ്പോഴാണ് ആ ഒരു മറുവശത്തായിട്ട് റഹീമും അതുപോലെ തന്നെ ഒരു സുഹൃത്തു കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നിമിഷം നോക്കരുത് എന്നൊക്കെ എത്ര വിചാരിച്ചാൽ ആ ഉപ്പ അങ്ങോട്ടൊന്ന് നോക്കി പോവുകയാണ്. ഒരു സെക്കൻഡേ നോക്കുന്നുള്ളൂ, അതിനുശേഷം അവിടെ നിന്ന് മുഖം വെട്ടിച്ച് നടന്നു പോവുകയാണ്. അപ്പൊ നമുക്ക് ആ സമയത്തൊക്കെ അവരുടെ മനസ്സിൽ എന്തായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ഏതൊരു അച്ഛനും പറയുന്നുണ്ട് താൻ ജീവിച്ചിരിക്കെ തന്റെ മകൻ മരിച്ചു പോകരുത് എന്ന് എല്ലാ അച്ഛന്മാരും പറയുന്നുണ്ട്. മക്കളെ നഷ്ടപ്പെടുന്ന അച്ഛനമ്മമാർ പറയുന്നുണ്ട്. തന്റെ അന്ത്യകർമ്മം ചെയ്യേണ്ട മക്കൾ മരണപ്പെടുന്നത് തങ്ങൾക്ക് ഒരിക്കലും സഹിക്കാനാകുന്നില്ല. ആ ഒരു അവസ്ഥ ആർക്കും വരരുത് എന്നാണ് എനിക്ക് തോന്നുന്നു. അതിനെക്കാട്ടിൽ അപ്പുറമാണ് ഈ ഒരു വേദന അല്ലെ. തന്റെ മൂത്ത മകനെ, അതായത് റഹീം എന്ന വ്യക്തിയുടെ അമ്മയെ, സഹോദരനെ, മകനെ എല്ലാം കൊന്നിരിക്കുന്നത്, ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചത് ഇതെല്ലാം മകനാണ്. ആ മകൻ തന്റെ മുന്നിൽ വിലങ്ങിട്ട് ഒരു കൂസലുമില്ലാതിരിക്കുന്ന ആ കാഴ്ച എന്ന് പറയുന്നത്, റഹീം എന്ന വ്യക്തി ഇത്രയും നാളും ഈ ഒരു അദ്ദേഹത്തിന് തോന്നുന്നു ഒരു 56-55 വയസ്സുണ്ടായിരിക്കണം. ഈ 55 വയസ്സുവരെ നിന്നിരുന്ന ആളുടെ ജീവിതത്തിൽ ഉടനീളം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ആളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന പ്രധാന ഭാഗങ്ങളെല്ലാം പോയിരിക്കുന്നു. ഈ അമ്മയെ, അതുപോലെ തന്നെ ഈ സഹോദരന്റെ ഭാര്യയെ, മകനെ, പിന്നെ ഈ ഭാര്യയെ, തന്റെ മൂത്ത മകൻ. അപ്പോൾ ഈ ഒരു അവസ്ഥ അല്ലെ, ഏതൊരു അച്ഛനെയും നമുക്ക്, ഒരു അച്ഛനും ഈ ഒരു അവസ്ഥ വരരുത് എന്ന് മാത്രമായിരിക്കും റഹീം ഇപ്പോൾ പറയുന്നത്. ഒരു കാരണവശാലും ഒരു മാതാപിതാക്കൾക്കും ഈ ഒരു അവസ്ഥ വരരുത് എന്ന് റഹീം കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇനിയിപ്പോ ഷെമിയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്, തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇതിലേക്കുള്ള പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു ഘടകം എന്ന് തന്നെയുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ അറിയാനുള്ളത് ഈ പൈസയൊക്കെ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതാണ്. റഹീമിന് ഇതിനെ കുറിച്ച് അറിയില്ല, കുറച്ച് ഇത്ര കടത്തിനെ കുറിച്ച് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് റഹീം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ഈ ഷെമിയും ഒരു ചിട്ടിയൊക്കെ നഷ്ടത്തിലായി എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ഈ ഷെമിയും അതുപോലെ തന്നെ ഈ മകനായിട്ടുള്ള അഫ്വാനും ഈ ഒരു തുകയൊക്കെ എങ്ങനെ ഇത്ര കടം അവർക്ക് വന്നു, എവിടെ നിന്നാണ് വന്നത്, ഈ പണം അവർ എങ്ങനെയൊക്കെയാണ് വിനിയോഗിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. അതൊക്കെ അതിലൂടെ തന്നെ ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അതും ഇനി പതുക്കെ ഷെമിയോട് ഒറ്റയടിക്ക് എല്ലാം ചോദിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്ന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം.